ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ മഴയായിട്ട് മഴയൊക്കെ ആയിട്ട് നമ്മൾ പുറത്തുനിന്ന് പോവുകയാണ്. വേറെ എവിടെ നിന്നുള്ള ഹോസ്പിറ്റലിൽ പോവുകയാണ്. കുട്ടിക്ക് നല്ല പനിയായി, വെള്ളപ്പൊക്കമൊക്കെ ആയില്ലേ, അപ്പം തണുപ്പൊക്കെ അടിച്ചിട്ടാന്ന് തോന്നുന്നു, നല്ല പനിയായിട്ടുണ്ട്. അങ്ങനെ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. നമ്മൾ പോകുന്നത് ഇതുവഴി കേട്ടോ, നമ്മൾ വീട്ടിൻ്റെ ബാക്കിൽ കൂടെയാണ് പോകുന്നത്. അവിടെ എല്ലാം വെള്ളമായി, അഴുക്കൊക്കെ ചെളിയിട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ ചള്ളയൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുക. പിന്നെ പോവാതെ വേറൊരു വഴിയില്ല. അപ്പോൾ പിന്നെ അതുവഴി തന്നെ പോയല്ലേ പറ്റൂ നമുക്ക്. അപ്പം നമ്മൾ എല്ലാവരും കൂടെ ഹോസ്പിറ്റലിലോട്ട് പോകുന്നു. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, കടയിലൊക്കെ കയറണം, അങ്ങനെ പോവുകയാണ്. ഫുള്ള് വെള്ളമായി. നമ്മൾ ഇതുവഴി കേട്ടോ, കുറച്ച് വെള്ളമൊക്കെ സമയത്ത് ഇതുവഴി നമ്മൾ പൊക്കോണ്ടിരുന്നത്. അപ്പോൾ അവിടെ ഫുള്ള് വെള്ളമായി. ഇനി നമ്മൾ ഈ കാട്ടിൽ കൂടെ കയറി വേണം പോവേണ്ടത്. ഇങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലെത്തിയപ്പോൾ എന്താ ഒ പി ടിക്കറ്റൊക്കെ ഒടുക്കത്തെ ലൈൻ. അങ്ങനെ നമ്മളവിടെ ലൈനിൽ നിന്നപ്പോൾ സമയത്ത് അവിടെ ജെൻസിൻ്റെ അടുത്ത് തിരക്ക് കുറവായിരുന്നു. അങ്ങനെ തക്കടുമോനെ പിടിച്ച് അവിടെ നിർത്തി. അവൻ നേരത്തെയൊക്കെ നിങ്ങൾ ടിക്കറ്റ് എടുത്തിട്ട് ഒരു പരിചയമുണ്ട്, ഞാൻ നിർത്തിയിട്ടുണ്ട് അവനെ. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് വരാൻ പറ്റി. പിന്നെ കുറച്ച് നേരം തൊട്ടോട്ട് അടിച്ചിരുന്ന് അപ്പോഴത്തേക്കിനും നമ്മൾ വിളിച്ചു, നമ്മൾ നമ്പരായി. അങ്ങനെ മോനെ കാണിക്കാൻ, തമ്പുരുമോനെ കാണിക്കാനായിട്ടോ വന്നു. അങ്ങനെ അവനെ കാണിക്കാനായിട്ട് അവിടെ നിൽക്കുവാണ്. അങ്ങനെ നമ്മളെ തമ്പുരുമോനെ ഡോക്ടറെ കാണിച്ചു, കുഴപ്പമൊന്നുമില്ല. വെള്ളമൊക്കെ കെട്ടിക്കിടക്കുമല്ലേ, അപ്പോൾ അതിൻ്റെ ആയിട്ട് തണുപ്പൊക്കെ അടിച്ചിട്ട് ജലദോഷം വന്നേന്ന് പറഞ്ഞു. പിന്നെ കുറവില്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും പനി അങ്ങനെ തന്നെ ഉണ്ടെങ്കിൽ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. വേറെ പ്രശ്നമൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി. പിന്നെ എനിക്ക് പല്ലൊന്ന് കാണിക്കണം. പല്ല് കമ്പിടാൻ വേണ്ടി കുറച്ച് പല്ലൊക്കെ എടുത്ത് കളഞ്ഞു. പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയതേ ഇല്ല. ഇപ്പം പല്ലൊക്കെ കേടായി തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഡോക്ടറെ ഒന്ന് കാണിക്കണം. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ നമുക്ക് കടയിലൊക്കെ ഒന്ന് കയറണം. അങ്ങനെയൊക്കെ പോകുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ചു. ഞാനും തമ്പുരും കൂടെ കടയിൽ കയറി. അവൻ മോനും കൂടെ ഏതൊക്കെ കടയിൽ കയറി എന്തൊക്കെ വാങ്ങാനായിട്ട് പോയി. അപ്പം ഞാനും തമ്പൂസും കൂടെ പച്ചക്കറി കടയിൽ കയറി. കുറച്ച് സാധനങ്ങളൊക്കെ പച്ചക്കറി, നമുക്കിവിടെ വെള്ളക്കെട്ടായതുകൊണ്ട് നമുക്ക് എപ്പോഴും പുറത്തിറങ്ങാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ട് അമ്മേനെ നോക്കി ഇറങ്ങിയ ഞാനും തമ്പൂസും കൂടെ. അപ്പോൾ അമ്മ നമ്മളവിടുത്തെ വയനാടുള്ള കോഷി എന്ന് പറയുന്നൊരു ഷോപ്പിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ അവിടെ തുണി എന്തൊക്കെ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പുറത്ത് വന്നപ്പോൾ ഒരു ഫില്ലോ കണ്ട്. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് പെരുവെന്ന് പറഞ്ഞു. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇങ്ങനെ തുറക്കാനായിട്ട് വന്നപ്പോൾ ചേച്ചി തുറക്കല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ തന്നെ വെച്ചു. കൊള്ളാം കേട്ടോ, 600 രൂപയുണ്ട് കേട്ടോ വില. അങ്ങനെ പിന്നെ നമ്മൾ വീട്ടിൽ വന്നപ്പോൾ പിള്ളേരടിച്ച് പൊളി ഇവിടെ. അപ്പോൾ എനിക്കും ചാടണമെന്നുണ്ടായിരുന്നു, പക്ഷേ വേണ്ട, പനിയൊക്കെ അല്ലേ, വേണ്ടെന്ന് വെച്ച്. പിന്നെ വീട്ടിൽ വന്നിട്ട് ചോക്ലേറ്റൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കണ്ടില്ലേ, വെള്ളമൊക്കെ കയറി. അങ്ങനെ അതൊക്കെ കണ്ടൊരു ചായയൊക്കെ കുടിച്ച് കിടന്നങ്ങ് ഉറങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.